വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചാക്കൊക്കെ ആയിട്ട് വയലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വേറൊന്നിനുമല്ല, കുറച്ച് തേങ്ങ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ എടുത്താനായിട്ട് ആൾക്കാരെ കിട്ടാനില്ല, അതുകൊണ്ട് നമ്മൾ തോട്ടി വെച്ച് വലിച്ചിടാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അച്ഛൻ അവിടെ നിൽപ്പുണ്ട്, ഞാനും ശ്രീകുട്ടിയും കൂടി പോവുകയാണ് കേട്ടോ അങ്ങോട്ട്. റബ്ബർ വെട്ടിയതിന് ശേഷമാണ് കേട്ടോ തേങ്ങ എടുത്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ദേ ഇവിടെ പാല് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കൊണ്ടിട്ടതിന് ശേഷം വേണം കേട്ടോ നമുക്ക് വന്ന് പാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്കൂടെ ഇറങ്ങി പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ചാലുള്ള കാര്യം ഞാൻ ഓർത്തില്ല കേട്ടോ. പിന്നെ ചാലൊക്കെ ചാടി പോയിട്ടുണ്ട്. അപ്പോഴേക്കും അച്ഛൻ തേങ്ങ അടത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ ഒരു തെങ്ങിൽ അത്യാവശ്യം തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ അടത്തുന്നത്. കാരണം ഇത് വഴിയിൽ നിൽക്കുന്ന കാരണം നമുക്കതിനകത്ത് തേങ്ങയൊന്നും കിട്ടാറില്ല. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വഴിയിലൂടെ പോകുന്നവർ പറക്കിക്കൊണ്ട് പോകാറാണ് കേട്ടോ പതിവ്. അതുകൊണ്ട് ഉള്ളതിനെ അടത്തി ഇട്ടേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയെല്ലാം അടത്തി നമ്മൾ ചാക്കിലേക്ക് ആക്കി കേട്ടോ. അപ്പോൾ 2 ചാക്കിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ തെങ്ങിലെയും കൂടെ അടത്തിയായിരുന്നെങ്കിൽ നമുക്ക് കുറേ തേങ്ങ കിട്ടിയിരുന്നേനെ. പക്ഷേ എല്ലാത്തിലും നമ്മൾ അടത്തുന്നില്ല, ഈ ഒരു തെങ്ങിലെ മാത്രമേ അടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ചാക്കിനുള്ള തേങ്ങ അത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതെടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവയ്ക്കണം ഇനി. അപ്പോൾ ഇത് ഞാൻ തോളിൽ തൂക്കി. ആദ്യം ഞാൻ ഇതിലേ തന്നെ തിരിച്ചു പോകാനാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പിന്നെ അതിലേ കൂടെ പോകാൻ പറ്റത്തില്ല, കാരണം 2 ചാല് ചാടണം. അപ്പോൾ എന്തായാലും നമുക്കത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ റോഡേ തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ എൻ്റെ ചാക്കിൽ ഇത്രയും തേങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, പച്ചത്തേങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ദേ 2 ചാക്ക് തേങ്ങ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞു. സാധാരണ ഇവിടെ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആൾ വരുമ്പോൾ നമുക്ക് കരിക്കൊക്കെ അടത്തി തരാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ ഒരു തെങ്ങിലെ അടത്തിയത് കൊണ്ട് നമ്മൾ കരിക്കൊന്നും അടത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുനലൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ഫലൂഡയൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഫലൂഡയാണ് പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫലൂഡ. ശ്രീകുട്ടി കോൾഡ് കോഫിയാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ ലച്ചുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി അവിടെ വന്ന് നിൽക്കുന്ന കണ്ടത്. അപ്പോൾ എന്തായാലും അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറൊന്നുമല്ല, എന്നും ചേച്ചി മാത്രമായിരിക്കുമല്ലോ അവളെ വന്ന് വിളിക്കാറ്. ഇന്ന് നമ്മളും കൂടെ അവിടെ നിന്നു. എന്തായാലും വരുമ്പം ഒരു ഹാപ്പിനെസ് കാണും അവളുടെ മുഖത്ത്. അപ്പോൾ എന്തായാലും അത് കണ്ടിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. ഇന്ന് അച്ചു പോയില്ല, അച്ചുവിന് പനിയായത് കാരണം ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടെ നിൽക്കുന്ന കാര്യം അവൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും എക്സ്പ്രഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ദേ അവൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അടുത്തത് ദേ അവളാണ് ഇറങ്ങുന്നത്. ഇന്ന് അവരുടെ ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നു. എന്നും കുറച്ചുകൂടി നേരത്തെ വരാറുള്ളതാണ് കേട്ടോ. നമ്മളിവിടെ വരുമെന്ന് അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വീഡിയോയും കൂടെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇന്നലെ അവരുടെ സ്പോർട്സ് ഡേ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്തൊക്കെയോ ഐറ്റത്തിന് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ഭയങ്കര ജോലിയിലാണ്. അവർ മുറ്റത്തായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളും കൂടെ വന്ന് ഈ ഒരു സൈഡും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് നല്ല മഴയായത് കാരണം പോച്ച പറിച്ചാൽ വരുന്നുണ്ടായിരുന്നു. ഒരുപാട് പാടൊന്നുമില്ലായിരുന്നു കേട്ടോ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെടികളും എല്ലാം നമ്മൾ വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡ് ഫുൾ ഇനി ഇടിച്ച് നിരത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൈഡ് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ പോച്ചയെല്ലാം വാരിക്കൊണ്ട് കളയണം, ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഒരു മഴക്കോള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മഴയ്ക്ക് മുന്നേ ഇതെല്ലാം ഒന്ന് വാരി കളയട്ടെ. പുറത്തെ പണി ഏകദേശം ഒക്കെ തീരാറായിട്ടുണ്ട്. ഇനി അകത്തെ പണിയേ ഉള്ളൂ കേട്ടോ ബാക്കി കിടക്കുന്നത്. അപ്പോൾ ദേ മഴ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. കാരണം 2 ദിവസം അടുപ്പിച്ച് നല്ല മഴയാണ്. അപ്പോൾ എന്തായാലും ദേ ഈ ഒരു സൈഡ് ഇത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ക്ലീൻ ആക്കാനുണ്ട്. ഈ നിൽക്കുന്ന പാരിജാതവും ഈ ഒരു പാലയും കൂടി ഇനി വെട്ടിക്കളയാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കമ്പ് മാത്രമേ കൊതത്തോളായിരിക്കും. പക്ഷെ ഫുള്ളായിട്ട് വെട്ടിക്കളയാൻ സമ്മതിക്കത്തില്ല കേട്ടോ. കാരണം നമുക്ക് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ കൂടുതലും പൂ എടുക്കാറ്. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ദേ ഇന്നലെ അച്ഛനും വലിച്ചനും കൂടെ ആണ് കേട്ടോ ഈ ഒരു സൈഡ് ഫുള്ള് കാട് കളഞ്ഞത്. ഇതിന്റെ മുകളിലോട്ട് ഭയങ്കര കാടാണ്, നമുക്ക് അങ്ങോട്ട് കയറാനേ പറ്റത്തില്ല. അതിന്റെ പുരയിടക്കാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ വൃത്തിയാക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വൃത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനകത്ത് നിറയെ പാമ്പും ചേരയൊക്കെയാണ് കേട്ടോ. ഇടയ്ക്ക് അതൊക്കെ നമ്മുടെ അങ്ങോട്ടും വരാറുണ്ട് കേട്ടോ. അതെന്തായാലും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലെ ചെടികൾ കംപ്ലീറ്റ് പോയതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നും ഭയങ്കര മഴയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ, എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.